ഹലോ, എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് രാവിലെ പുലർച്ചെ 5:30 പൂവിടാൻ തുടങ്ങിയതാണ് കേട്ടോ. ഞാൻ 9:30 വരെ പൂവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. അതിന് മാത്രം ഒന്നും കാണില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇതാ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി എൻ്റെ ശേഷം ചായയൊക്കെ കുടിച്ചതാ ഞങ്ങളിതാ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല മാറ്റി ഒരുങ്ങി സുന്ദരിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. നമ്മുടെ അത്തം കറുത്തതുകൊണ്ട് ഓണം വെളുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലിട്ട പൂവിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഇന്നത്തെ ഓണം നല്ല കളറായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. നമുക്ക് കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ അടുത്തൊരു കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചൊന്ന് കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഇതാവുകയാണേ. എന്തായാലും എൻ്റെ ഈ ഒരു സാരി ഞാൻ ആഗ്രഹിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് ഇപ്രാവശ്യത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സാരി വിചാരിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ഒരു പിങ്ക് കളർ നമ്മളെ ലോട്ടസ് ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് ഈ ഒരു ലാവൻഡർ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ സാരി തന്നെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് അധികം എനിക്ക് തിരയേണ്ടി വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളെ കുറിച്ച് വീഡിയോസും സ്നേഹിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു സമയം കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ ചേച്ചി ജ്യൂസൊക്കെ ആയിട്ട് വന്നപ്പോൾ പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളിതാ ഭക്ഷണം കഴിക്കണം. ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണത്തിന് ഒരു 8-10 വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കൂട്ടുകറിയുണ്ട്, അതുപോലെ ബീട്രൂട്ട് പച്ചടി ഉണ്ട്, നമ്മളെ പച്ചടി ഉണ്ട്, ഓലനുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, അച്ചാറ്, ശർക്കര വരട്ടി, വറുത്തുപ്പേരി, രസം, പായസം, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.